അധ്യക്ഷനും ചേർന്നുന്ന എല്ലാ ദൈവമക്കൾക്കും ദേവദാസനും എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തയേശുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനമത്തെ അറിയിക്കുന്നു. പ്രധാന വാർത്തകൾ. ആദ്യം മാതാപിതാക്കളെ ഗെറ്റ് ഔട്ട് അടിച്ച സ്വർഗീയ കോടതി. ഹാബേലിന്റെ മരണം കൊലപാതകമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ഒക്ടോബർ 2 മഹനദാൻ ദൈവസഭയുടെ 6ാം വാർഷികം. യാത്രാക്കപ്പൽ തകർന്നു. പ്രവാചകനായ ഏലിയാവിനെ കാണുവാനില്ല. ദീർഘനാളത്തെ സ്വപ്നത്തിന്റെ സാക്ഷാത്കാരം. പ്രിയതമയെ കാണുവാൻ മടങ്ങി വന്നു. ആദ്യ മാതാപിതാക്കളെ ഗെറ്റ് ഔട്ട് അടിച്ച സ്വർഗീയ കോടതി. ജനനം കൊണ്ട് വ്യത്യസ്തരായ ആദാം ഹവ്വ ദമ്പതിമാരെ പഴം പറിച്ച് തിന്നതിന്റെ പേരിൽ അറസ്റ്റിലായി. വൃക്ഷം കൊണ്ടും സസ്യം കൊണ്ടും സമ്പന്നമായ ഏദേൻ തോട്ടത്തിന്റെ ഭംഗി ആസ്വദിക്കാൻ വേണ്ടിയും കാവൽ സൂക്ഷിപ്പുകാരായി നിയമിക്കപ്പെട്ടവരായിരുന്നു. തോട്ടത്തിന്റെ ഉടമയായ ലോകരക്ഷിതാവുമായ സർവശക്തനായ ദൈവം കൊടുത്ത എഗ്രിമെന്റ് തെറ്റിച്ചതാണ് അറസ്റ്റിലാകാൻ കാരണം. തോട്ടത്തിന്റെ എല്ലാവിധ ആദായം എടുക്കുവാനും നന്മതിന്മകളെക്കുറിച്ചുള്ള വൃക്ഷത്തിന്റെ ഫലം തിന്നരുത് എന്നുള്ള കോൺട്രാക്റ്റ് ഒപ്പിട്ടതിന് ശേഷം ഹവ്വ പഴം പറിച്ചു തിന്നു എന്നതാണ് ഇവരുടെ കേസ്. സംഭവം ഇങ്ങനെ: ഒറ്റ നോട്ടത്തിൽ തന്നെ ആളുകളെ ആകർഷിക്കുന്ന ഏദേൻ തോട്ടത്തിൽ പാപത്തിന്റെ സെയിൽസ്മാൻ എന്ന പാമ്പ് കഴിക്കരുത് എന്ന ഫലം കഴിക്കാൻ ഹവ്വയെ പ്രേരിപ്പിച്ചു. ഗൃഹനാഥൻ വീട്ടിലില്ലാതിരുന്ന സമയത്തായിരുന്നു ഈ സംഭവം നടന്നത്. സംഭവം കഴിഞ്ഞ ഉടൻ തന്നെ പാമ്പ് എന്ന സെയിൽസ്മാൻ അവിടുന്ന് കടന്നു കളഞ്ഞു. പഴം കഴിച്ച ശേഷം ഹവ്വ അത് ഭർത്താവിനും കൊടുത്തു. അപ്പോഴാണ് അവർക്ക് പറ്റിയ അബദ്ധം അവർ തിരിച്ചറിഞ്ഞത്. തെളിവുകളൊന്നും ഇല്ലാത്തതിനാൽ അവർ കുറ്റം സമ്മതിച്ചിരുന്നില്ല. എന്നാൽ അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ള CCTVയിൽ ഇരുവരും ചെയ്ത വിഷ്വൽസ് ലഭിക്കുകയുണ്ടായി. തോട്ടത്തിന്റെ ഉടമയായ ദൈവം അന്വേഷണം സംഘത്തിന് ഈ വിഷ്വൽ കൈമാറുകയുണ്ടായി. അർദ്ധനഗ്നരായി കാണപ്പെട്ട ഇവർ സ്വന്തമായി അത്തിയിലകൾ കൊണ്ട് നഗ്നത മറയ്ക്കുന്ന രംഗം CCTVയിൽ ലഭിച്ചിട്ടുണ്ട്. പെരുമാറ്റത്തിൽ സംശയം തോന്നിയ ഇവരെ ചോദ്യം ചെയ്യണമെന്ന് മനസ്സിലായപ്പോൾ ഇവർ ഒളിവിൽ പോകുകയായിരുന്നു. ടവർ ലൊക്കേഷൻ അന്വേഷിച്ചപ്പോൾ ഈ തോട്ടത്തിൽ തന്നെയാണ് ഇവർ ഒളിച്ചിരിക്കുന്നത് എന്ന് സംഘത്തിന് വ്യക്തമായി. ഷാഡോ പോലീസ് ഇവരെ പിടികൂടുകയും തൽക്ഷണം തന്നെ തോട്ടത്തിൽ നിന്ന് പുറത്താക്കുകയും ഉടൻ തന്നെ ദൈവിക കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തു. IPC സെക്ഷൻ 107 പ്രകാരം വഞ്ചനക്കുറ്റം, ഗൂഢാലോചന, പ്രേരണക്കുറ്റം എന്നിവ ചുമത്തി പാമ്പിനെയും പ്രതി ആക്കിയിട്ടുണ്ട്. അനുസരണക്കേട് എന്നതിന് ആണ് നവദമ്പതികൾക്കെതിരെ കേസ് ഫയൽ ചെയ്തിരിക്കുന്നത്. ഹാബേലിന്റെ മരണം കൊലപാതകമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ദുരിത സാഹചര്യത്തിൽ കൊല്ലപ്പെട്ട ജഡം ഹാബേലിന്റെ നിന്ന് ബന്ധുക്കൾ തിരിച്ചറിഞ്ഞു. കൊല്ലപ്പെട്ട ഹാബേലിന്റെ ജ്യേഷ്ഠൻ കായീനെ വൈല പോലീസ് അറസ്റ്റ് ചെയ്തു. മുൻ വൈരാഗ്യമെന്ന് കൊലയ്ക്ക് കാരണമെന്ന് പോലീസ് അറിയിച്ചു. പക്ഷേ ഇവർ ഇരുവരും പട്ടണത്തിൽ വെച്ച് യാഗം കഴിച്ചിരുന്നുവെന്നും ദൈവം പ്രസാദിച്ചത് ഹാബേലിന്റെ യാഗത്തിലായിരുന്നു. അതിനെ തുടർന്ന് മൂത്ത സഹോദരൻ മാനസിക സംഘർഷത്തിനായിരുന്നു എന്ന് അടുത്ത സുഹൃത്തായ ഷാജൻ തോമസ് പ്രതികരിച്ചു. മുൻ വൈരാഗ്യമെന്ന് പ്രതി സമ്മതിച്ചു. തെളിവെടുപ്പിൽ ഹാബേലിന്റെ ചെരുപ്പും വസ്ത്രങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. ക്രൂരമായി പൈപ്പ് റേഞ്ചും കൊണ്ട് തലയ്ക്ക് അടിച്ച് കൊന്നതാണ് എന്ന് പ്രതി മൊഴി നൽകി. 14 വർഷം കഠിന തടവും സ്വർഗീയ പ്രവേശനം വിലക്കുമാണ് കോടതി ശിക്ഷിച്ചത്. ഒക്ടോബർ 2 മഹനദാൻ ദൈവസഭയ്ക്ക് സ്വന്തമായി ലഭിച്ച ബിൽഡിങ്ങിന്റെ 6ാം വാർഷികം. മഹനദാൻ ദൈവസഭയുടെ ആത്മീക ഭൗതിക കാര്യങ്ങൾ മെച്ചമായി പോകുന്നുവെന്നും എല്ലാ മാസവും ഭവന പ്രാർത്ഥനകളും, സൺഡേ സ്കൂൾ ആരാധന, യൂത്ത് മീറ്റിംഗ്, ലേഡീസ് മീറ്റിംഗ്, ബ്രദേഴ്സ് മീറ്റിംഗ്, രാവിലെ തോറുമുള്ള പ്രാർത്ഥനകൾ എന്നിവ ഭംഗിയായി നടക്കുന്നു. അപ്പോൾ തന്നെ ഒക്ടോബർ 2 MF ദൈവസഭയുടെ സ്വന്തം ആരാധന ആലയത്തിന്റെ 6ാം വർഷത്തിലേക്ക് പ്രവേശിക്കുന്നു എന്നത് ഞങ്ങളുടെ പത്രസമ്മേളനത്തിൽ പ്രസിഡന്റ് പാസ്റ്റർ ബെൻസിസി ഡാനിയൽ അറിയിക്കുകയുണ്ടായി. പ്രതിസന്ധികളിലും ഇത്രത്തോളം നടത്തിയ ദൈവത്തിന് പ്രസിഡന്റ് നന്ദി അറിയിച്ചു. കാലാവസ്ഥയുടെ മാറ്റങ്ങൾ കാരണം ദിവസമോ സമയമോ വ്യക്തമായി തെളിയുന്നില്ല എന്നുള്ളത് മിസസ് സാലി ജോസഫിന്റെ പെരുമാറ്റങ്ങളിൽ നിന്ന് ഞങ്ങളുടെ റിപ്പോർട്ടറായ ഷൈനി സുനിലിന് മനസ്സിലായി. ദൈവസഭയുടെ പുതുതലമുറകൾക്ക് വളർന്നു വരുവാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും ഉണ്ടെന്ന് ഓഗസ്റ്റ് 15 നടന്ന താലന്ത് പരിശോധനയിൽ അത് മനസ്സിലാക്കുകയും ചെയ്തു.
ഒക്ടോബർ 2 വൈകിട്ട് 6 മണിക്ക് ജനീസ സിജോയുടെ 1ാം ജന്മദിനവും അനുബന്ധ പ്രാർത്ഥനയും ബ്രദർ സിജോയുടെ ഭവനത്തിൽ നടക്കുമെന്നുള്ളത് ഇന്നത്തെ സഭയിൽ പൊതുവായി അറിയിക്കുകയുണ്ടായി. സഭയുടെ ചരിത്രം തിരുത്തി കുറിച്ച 40 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയും നടന്ന് ഏകദേശം 36 ദൈവദാസന്മാരും വചനം സംസാരിച്ചു. നേരറിയാൻ നേരോടൊപ്പം നേരോടെ വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. ഞങ്ങൾക്കൊരു അജണ്ടയുണ്ട്. സത്യങ്ങൾ തുറന്നു പറയാനുള്ള അജണ്ട. മാതൃഭൂമി ന്യൂസ്, വാസ്തവം തിരിച്ചറിയുക. നടുക്കം മാറാതെ യാത്രക്കാർ. യാത്രാ കപ്പൽ തകർന്നു. നടുക്കം മാറാതെ യാത്രക്കാർ തടവുകാരുമായി ഇറ്റലിയിലേക്ക് പോകും വഴി യാത്രാ കപ്പൽ തകർന്നു. ആളുകൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. അനുകൂലമല്ലാത്ത കാലാവസ്ഥയാണ് അപകട കാരണമെന്നുള്ളത് പ്രാഥമിക നിഗമനം. അതിവേഗത്തിൽ അടിച്ച കാറ്റ് കപ്പലിന്റെ ദിശ മാറ്റുകയായിരുന്നു. അതാണ് അപകട കാരണം. അപകട സാധ്യത ഉണ്ടെന്നുള്ളത് കപ്പിത്താനെ പാസ്റ്റർ പോൾ മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ടും യാത്ര തുടരുവാൻ തീരുമാനിച്ചു. എന്നാൽ ഈശാനമൂലൻ എന്ന കാറ്റാണ് ശക്തമായി അടിച്ചത്. ആളപായങ്ങളൊന്നും ഇല്ലെന്നാണെന്ന് സംഭവസ്ഥലത്ത് നിന്ന് നമ്മുടെ റിപ്പോർട്ടർ അറിയിച്ചത്. സംഭവസ്ഥലത്തുനിന്ന് ഭയം മാറാതെ യാത്രക്കാരിൽ ഒരാൾ നമ്മളോടൊപ്പം ഉണ്ട്. നമ്മൾക്ക് ആളെ ലൈനിലൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. ഹലോ 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 കേൾക്കുന്നുണ്ടോ? അതെ കേൾക്കുന്നുണ്ടല്ലോ. എന്താണ് സംഭവ സ്ഥലത്ത് നിന്ന് സംഭവിച്ചത്? അവിടുത്തെ ഇപ്പോഴത്തെ അവസ്ഥ എന്തായിരിക്കും? അവസ്ഥയൊന്നും പറയണ്ട. ഇപ്പോഴും ഞെട്ടൽ മാറാതെയാണ് ഞങ്ങൾ നിൽക്കുന്നത്. ആക്ച്വലി ഞങ്ങൾ ജോലിക്ക് പോകാൻ ഇറങ്ങിയതായിരുന്നു. എൻ്റെ ഭർത്താവിന് ലീവ് കിട്ടാത്തത് കൊണ്ടാണ് എൻ്റെ 4 മക്കളുമായി യാത്ര തിരിച്ചത്. എന്തായാലും വലിയൊരു യാത്രയായിപ്പോയി ഞങ്ങളുടെ. കയറിയപ്പോൾ തന്നെ എന്തോ ഒരു ഇളക്കവും ശബ്ദവും ഉണ്ടായിരുന്നു. പക്ഷെ കാറ്റിൻ്റെ ഭീകരത ഭയങ്കരമായിരുന്നു. അതുകൊണ്ട് കുപ്രോസ് ദ്വീപ് വഴിയായിരുന്നു യാത്ര പോയത്. എനിക്ക് പറയുവാൻ വാക്കുകൾ കിട്ടുന്നില്ല. അതിഭയാനകമാണ്. സർക്കാരിൻ്റെ ഭാഗത്ത് വീഴ്ചയുണ്ടോ എന്ന് സംശയിച്ചിരിക്കുന്നു. എന്തായാലും 14 ദിവസം ഞങ്ങൾ അനുഭവിക്കേണ്ടതെല്ലാം അനുഭവിച്ചു. ഹലോ ഹലോ കേൾക്കാൻ പറ്റുന്നില്ലല്ലോ. അവിടുത്തെ നെറ്റ്വർക്ക് പ്രോബ്ലം ആയിരിക്കാം. വളരെ നന്ദിയുണ്ട് അവിടുത്തെ വിഷയങ്ങൾ പറഞ്ഞതിൽ. പ്രവാചകനായ ഏലിയാവിനെ കാണുവാനില്ല. പ്രൊഫറ്റ് ഏലിയാവിൻ്റെ മിസ്സിംഗ് അന്വേഷണത്തിൽ വൻ വീഴ്ച എന്ന് ആരോപണം. കഴിഞ്ഞ ചില ആഴ്ചകളായി കാണാതായ ഇസ്രായേലിലെ ജലസേവന മന്ത്രിയും പ്രവാചകനായ ഏലിയാവിൻ്റെ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറി. ഈ ആളെ ഗിൽഗാലിലാണ് കാണാതെ ആയത്. നമ്മുടെ റിക്രൂട്ട്മെൻറ്റ് ഇൻ്റർവ്യൂ നടത്തിയതിന് ഇടയിലാണ് ബ്രദർ കുഞ്ഞുമോനാണ് അവസാനമായി ഇയാളെ കണ്ടത്. മഞ്ഞ ജുബയും വൈറ്റ് മുണ്ടുമായിരുന്നു അദ്ദേഹത്തിൻ്റെ വേഷം. സംശയാസ്പദമായി ശിഷ്യനായിരുന്ന മൊട്ടത്തലയൻ ഏലീശയെ ചോദ്യം ചെയ്തു. സംഭവ സ്ഥലത്ത് നിന്ന് ഏലീശ പറയുന്നത് സ്വർഗത്തിലേക്ക് ദൈവം എടുത്തുകൊണ്ട് പോയെന്നും അദ്ദേഹം പുതച്ച പുതപ്പ് എൻ്റെ കൈവശം ഏൽപ്പിച്ചിട്ടുണ്ട് എന്നുള്ള വിവരം ഞങ്ങളുടെ ചാനലിനോട് പ്രതികരിച്ചു. ചെറിയൊരു ഇടവേള. क्योंकि हमारा न्यू शोरूम ओपन हुआ न्यू लुक के साथ। मेंस वेयर एंड ब्राइडग्रूम स्टूडियो, लेटेस्ट शेरवानी डिजाइन, कोट, सूट, कुर्ता पैजामा, पार्टी गाउन, ब्राइडल लहंगास और भी बहुत सारी मैक्स वैरायटी के साथ। विजिट करें नाउ गोयल सन्स, उत्तम नगर, आर्य समाज रोड. തട്ടിപ്പ് കേസിൽ പിടിയിലായി. അനുഗ്രഹ തട്ടിപ്പിൽ പ്രതി യാക്കോബിനായുള്ള അന്വേഷണം ഊർജിതമായി. വാർദ്ധക്യ പ്രശ്നങ്ങളാൽ കണ്ണുകാണാൻ കഴിയാതിരുന്ന പിതാവിൽ നിന്നും അനുഗ്രഹം തട്ടി എടുത്തു കളയുകയായിരുന്നു. ജ്യേഷ്ഠാവകാശം ചതിച്ചു വാങ്ങിയെന്നതാണ് കേസ്. ഇസഹാക്കിൻ്റെ അറ്റൻഡർ പരാതിപ്പെട്ടതിനെ തുടർന്നാണ് കേസ് ഫയൽ ചെയ്തിരിക്കുന്നത്. റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡുകളിലും അന്വേഷണത്തിനായുള്ള ലുക്കൌട്ട് നോട്ടീസ് പതിപ്പിച്ചിട്ടുണ്ട്. ഒരു കൗതുക വാർത്ത. സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ വൈറലായിരിക്കുന്ന കെരീത്തിലെ പ്രവാചകനും കാക്കയുമാണ് ഇതിൻ്റെ അകത്തെ വിഷയം. കാക്കയും തമ്മിലുള്ള സംഭാഷണവും വൈറലാകുന്നു. കാക്ക പതിവായി ആ പ്രവൃത്തി തുടരുന്നു കണ്ട് യാത്രക്കാരിൽ ഒരാൾ മൊബൈലിൽ പകർത്തുകയായിരുന്നു. ഇന്നും ആ കാക്കയെ കണ്ടെത്താനായിട്ടില്ല. മേൽവിലാസമില്ലാത്ത ഈ മനുഷ്യനെ ചുറ്റിപ്പറ്റി ദുരൂഹതകൾ തുടരുന്നു. അദ്ദേഹത്തിൻ്റെ പോക്കറ്റിൽ നിന്ന് തിഷ്ബയിൽ നിന്നും തിഷ്ബിനായ ഏലിയാവ് എന്നായിരുന്നു ആധാർ കാർഡിലെ പേര്. ഇപ്പോൾ കിട്ടിയ വാർത്ത. ദീർഘനാളത്തെ സ്വപ്നങ്ങളുടെ സാക്ഷാത്കാരമായി പ്രത്യേകം ക്രമീകരിച്ചിരിക്കുന്ന ചാർട്ടേഡ് ഫ്ലൈറ്റിൽ സ്വപ്ന വീടിൻ്റെ രജിസ്ട്രേഷനുമായി പത്തനംതിട്ട കവിയൂരിലേക്ക് ആരാധനയുടെ മധ്യേ യാത്ര തുടർന്നു. എല്ലാവർക്കും നന്ദി പറഞ്ഞ് സോഷ മച്ചാണ്ടി.
പാർലമെന്റ് ഉദ്യോഗസ്ഥയും ഗസറ്റഡ് ഓഫീസറുമായിരിക്കുന്ന അജീന ഡൽഹിയിൽ ഒരു വീട് വാങ്ങുന്നതിനുമായി ബന്ധപ്പെട്ട് HDFC മാനേജറിനെ കാണുകയുണ്ടായി. എല്ലാ ക്രമീകരണങ്ങൾ കഴിഞ്ഞ് നവംബറിലേക്ക് വീടിന്റെ രജിസ്ട്രേഷൻ നടത്തണമെന്ന് ആഗ്രഹിക്കുന്നു എന്നുള്ള വിവരം ഉത്തരവാദിത്തപ്പെട്ടവരെ അറിയിക്കുകയുണ്ടായി. 7 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ഒരു കുഞ്ഞിനെ ലഭിച്ചതിന്റെ സന്തോഷം പങ്കിട്ട ഷിജു കുടുംബു. 2.5 മാസം മുമ്പ് കിട്ടിയ വാർത്തയിലേക്ക്. ജോലിക്കിടെ ഉണ്ടായ അപകടത്തെ തുടർന്ന് മരണത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ച 2 കൈയും പൊതിഞ്ഞുകെട്ടി നെറ്റിക്ക് 25 കുത്തികെട്ടുമായി എയർ ഇന്ത്യ ഫ്ലൈറ്റിൽ ഡൽഹിയിൽ ലാൻഡ് ചെയ്ത വിവരം സിസ്റ്റർ ജിജി സഭയിൽ അറിയിച്ചു. എൻ്റെ റീച്ചായ എന്നുള്ള വിളി അദ്ദേഹത്തിൻ്റെ കാതിൽ ഇന്നും മുഴങ്ങി നിൽക്കുന്നു. പൂർണ്ണ വിടുതലോടെ ഒക്ടോബർ ലാസ്റ്റിലേക്ക് ജോലി സ്ഥലത്തേക്ക് തിരികെ പോകണമെന്നുള്ളത് ഭാര്യ ജിജി LM സെക്രട്ടറിയെ അറിയിച്ചു. സഭ കാണിച്ച കൂട്ടായ്മയ്ക്കും നന്ദി അറിയിച്ചു. അന്നു മുതൽ സഭയുടെ എല്ലാ ആത്മീക മീറ്റിങ്ങുകളിലും മുടങ്ങാതെ പങ്കെടുക്കുന്നു എന്നുള്ളത് സഭാ ശുശ്രൂഷകൻ അറിയിച്ചു. വാർത്തകൾ ചുരുക്കത്തിൽ. ആദ്യ മാതാപിതാക്കളെ ഗെറ്റ് ഔട്ട് അടിച്ച് സ്വർഗീയ കോടതി. ഹാബേലിന്റെ മരണം കൊലപാതകമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ഒക്ടോബർ 2 മഹനദാൻ ദൈവസഭയുടെ 6ാം വാർഷികം. യാത്രാ കപ്പൽ തകർന്നു. പ്രവാചകനായ ഏലിയാവിനെ കാണുവാനില്ല. ദീർഘനാളത്തെ സ്വപ്നത്തിന്റെ സാക്ഷാത്കാരം. പ്രിയതമയെ കാണുവാൻ മടങ്ങി വന്നു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്ത ബുള്ളറ്റിൻ, അടുത്ത CYF മീറ്റിംഗ്. നന്ദി. മാറാനാഥ.